ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അനിമ ഇത്രത്തോളം ചിരിച്ചിട്ട് വളരെ എൻജോയ് ചെയ്ത് കാണുന്നൊരു സാധനം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2024 പുറത്തിറങ്ങിയ ഡണ്ടഡൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് അനിമെ സീരീസിനെ കുറിച്ചിട്ടാണ്. ഇതിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഈ 2 ക്യാരക്ടേഴ്സും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അത്തരത്തിൽ 2 ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടറിൻ്റെ പേര് മോമോ എന്നാണ്. പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ പക്ക എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. മറ്റേയാളുടെ പേര് ഒക്കറുൺ. പുള്ളിയാണെന്നുണ്ടെങ്കിൽ പക്ക ഇൻട്രോവേർട്ടാണ്. പുള്ളിക്കാരന് കൂട്ടുകാരോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ മോമോ എന്ന് പറയുന്ന ക്യാരക്ടർ പ്രേതങ്ങളാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റേ ക്യാരക്ടർ ഒക്കറോണിൻ്റെ ക്യാരക്ടർ വിശ്വസിക്കുന്നത് ഏലിയൻസിലൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നു ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ റിയൽ ആയിട്ടുണ്ടെന്ന്. അതായത് ഗോസ്റ്റും ഉണ്ട് ഏലിയൻസും റിയൽ ആയിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം ഇവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ അനിമയിലൂടെ പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ മാത്രമല്ല, ഇതിൽ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. എല്ലാം കിടിലൻ ക്യാരക്ടേഴ്സാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ നമ്മുടെ മോമോയുടെ ഗ്രാൻഡ് മദറായിട്ട് ഉള്ളൊരു ക്യാരക്ടറുണ്ട്. സോ അതൊരു കിടിലൻ ക്യാരക്ടറാണ്. എസ്പെഷ്യലി നല്ല കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു അനിമെ ഒരു 18+ അനിമയാണ് കേട്ടോ. അതായത് വിഷ്വലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിലുള്ള ഡയലോഗ്സ് ഉണ്ട്. ഡയലോഗ്സിലൊക്കെ പലതും ഈ 18+ ആയിട്ടുള്ള ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്ന ഡയലോഗ്സൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് സംശയമാണ്. ഈ അനിമയുടെ അഡൾട്ട് കണ്ടന്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ ഒക്കറൂൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ടൊരു സാധനം, ശരീരത്തിലുള്ള ഒരു വളരെ വേണ്ടപ്പെട്ടൊരു സാധനം ഒരു പ്രേതം അമ്മച്ചി അടിച്ചു മാറ്റും. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു അനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അവന് വളരെ വേണ്ടപ്പെട്ട സാധനം അടിച്ചു മാറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഡബിൾ മീനിങ് ആയിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കുറേ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ഇതൊരു 18+ കണ്ടൻറ്റുള്ള ഒരു അനിമയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ജാപ്പനീസ് അനിമയെക്കുറിച്ച് നമുക്കറിയാം. അതായത് അവരുടെ അനിമേസിലൊക്കെ കാണിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതിലും വരുന്ന പല ക്യാരക്ടേഴ്സിനും ബാക്ക് സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. സോ അതിൽ പലതും ഇമോഷൻസ് ഒക്കെ നടന്നിട്ടുള്ള ബാക്ക് സ്റ്റോറീസാണ്. ആൻഡ് ഇതിൽ അത്യാവശ്യം ഈ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു അനിമെ. ഈ സീരീസിൻ്റെ മൊത്തത്തിൽ 12 എപ്പിസോഡ് മാത്രമേ ഇതിന് റിലീസായിട്ടുള്ളൂ. സീസൺ 1 അതോടുകൂടെ കഴിഞ്ഞു. 12 എപ്പിസോഡ് മാത്രമേ സീസൺ 1 ഇതിൻ്റെ സീസൺ 2 റിലീസാകാൻ പോവുകയാണ്. അത് 2025 ജൂലൈയിലാണ് തോന്നുന്നത് ഇത് സീസൺ 2 റിലീസാവാനായിട്ട് പോകുന്നത്. സോ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ സീസൺ 2 വേണ്ടിയിട്ട്. സോ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈം കിട്ടുമ്പം ഇതൊന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിനൊരു സംശയമില്ല. അനിമേസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം എന്തായിരുന്നാലും ഇഷ്ടപ്പെടും. അത്ര എൻ്റർടൈനിങ് ആണ്, ഗ്രാഫിക്സ് വൈസ് അടിപൊളിയാണ്, ആൻഡ് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു അനിമയും കൂടെയാണ് കേട്ടോ ഇത്. സോ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വൺ ടൈം കണ്ടു നോക്കാനായിട്ട് നോക്കുക. ആൻഡ് കണ്ടിന്യൂഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതിനു മുമ്പ് ഈ അനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒരു ചാനലുണ്ട്. സോ അതിലൊന്ന് ഫോളോ ചെയ്തേക്കുക. കാരണം നമ്മൾ മൂവി റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ചെയ്യുന്നുണ്ട്. സോ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിരിക്കാം. ആൻഡ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഗൈസ്. അതുവരെ ബൈ ബൈ.